സോ ഹൊറിബിൾ. ഒരു കാരണവശാലും അംഗീകരിക്കാൻ. ഇപ്പം ഇന്ത്യയുടെ, അതായത് പുതിയ ഇന്ത്യയിൽ നിർഭയ കേസിന് ശേഷം ഇന്ത്യയിൽ പല വിധികളും ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ട് കോടതികൾ അതെടുത്ത് വിധിച്ചിട്ടുണ്ട്. ഇമാരെ എല്ലാം പിടിച്ച് അകത്താക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പേടി ഇന്ത്യയിൽ നിലനിൽപ്പുണ്ട്. അതായത് ചെയ്തു കഴിഞ്ഞാൽ അകത്തിടും, അല്ലെ വേറെ വഴിയൊന്നുമില്ല, അകത്തിടും. അവൻ്റെ ലൈഫ് മുഴുവനും തൊലയ്ക്കും. ഇതിനകത്ത് പ്രായപരിധി വണ്ണാങ്കട്ടി ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ രീതിയിലുള്ള പ്രായപരിധിയും ടീനേജും പരിപാടിയൊക്കെ ആണെങ്കിൽ അതിന് സുപ്രീം കോർട്ടും സുപ്രീം കോർട്ടൊക്കെ പറയുന്ന പലയുള്ള എക്സംഷനുണ്ട്. അല്ലാതെ ഈ അതിക്രൂരത കാണിച്ചവരെ ഒരു കാരണവശാലും ഈ രീതിയിലുള്ള വിധി കൊണ്ട് തൃപ്തരല്ല. എങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നത്? ഹൊറിബിൾ. അതായത് അവൻ്റെ ലൈഫ് മുഴുവൻ, കാരണം അവനൊക്കെ ജീവിതം മുഴുവനും ജയിലിൽ കിടന്ന് ചാവണ്ടവന്മാരാണ് ഇവന്മാർ. അവന്മാർ വീണ്ടും പുറത്തിറങ്ങി മറ്റുള്ള ക്രിമിനൽസിന് ആവേശം കിട്ടി. ഇത്രയല്ലേ ഉള്ളൂ. അതുണ്ടാകാൻ പാടില്ല. എവിടെയാണ് തെറ്റുണ്ടായത് മുഴുവനും തിരുത്തണം. അതേപോലെ ഹൈക്കോടതി പെട്ടെന്ന് തന്നെ പോകണം. ഈ സ്ക്രാപ്പ് ചെയ്യണം ഈ സാധനം മുഴുവനും. വേണമെങ്കിൽ റീഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഈ പറയുന്ന ദിലീപിനെതിരെ നടത്തണം. കാരണം ഇതിനകത്തൊരു ചോദ്യം ബാക്കിയുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം വേണം. ആരാണ് പിറകിൽ? ഇവന്മാരുടെയൊക്കെ പിറകിൽ ആരാണ് ഇവർക്ക് ഇത്രയും പണം കൊടുത്തിട്ട് ഇതേപോലെ ലോയേഴ്സിനെ വെച്ചിട്ട് സുപ്രീം കോർട്ട് വരെയൊക്കെ കേസ് നടത്തിയത് ആരാണ്? അതിന് പണം ആരാണ് പമ്പ് ചെയ്തത്? ഇതൊക്കെ അറിയേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരു സാധാരണക്കാരനെ എനിക്കും അറിയേണ്ട ആവശ്യമുണ്ട്, നിങ്ങൾക്കും അറിയേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം ഓരോ ഇന്ത്യക്കാരനെ, ഓരോ മലയാളിയും അവൻ്റെ സുരക്ഷയും അവൻ്റെ കുടുംബത്തിലെ പെൺകുട്ടികളുടെ സുരക്ഷയും ബാധിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തേ മതിയാവത്തുള്ളൂ. ഇന്ത്യ ഭരിക്കുകയും കേരളം ഭരിക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്, ഇന്ത്യയിലെ കോടതികളും അതിന് ഉത്തരം കൊടുത്തേ മതിയാവുകയുള്ളൂ. ഇതിനകത്ത് യാതൊരു എക്സ്ക്യൂസും പാടില്ല. നിർഭയ കേസ് ഉണ്ടാക്കിയ ചലനങ്ങളുണ്ട്. ആ ചലനത്തിൻ്റെ 1% പോലും ഈ ജഡ്ജ്മെൻറ്റിൽ ഞാൻ കണ്ടില്ല. നിരാശജനകം. വീണ്ടും പറയുന്നത് സ്ക്രാപ്പ് ചെയ്ത് തോട്ടിൽ കളയേണ്ട ജഡ്ജ്മെൻ്റാണിത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല.